ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. കിച്ചുവിനെ സ്കൂളിലൊക്കെ കൊണ്ടുപോയി വിട്ടു. അവൻ വരുന്നതിന് മുമ്പ് ലഞ്ച് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ക്രാബ് പെപ്പർ മസാലയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് വേഗം തന്നെ പോവാം. അപ്പോൾ നമ്മൾ ക്രാബ് പെപ്പർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. എണ്ണ ചൂടായതിന് ശേഷം ഞാനിവിടെ 4 മീഡിയം സൈസ് സവാളയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഈ എണ്ണയിലോട്ട് ഇടാൻ പോവാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പിടാണ്, ഉള്ളി വേഗം വഴന്ന് കിട്ടാനായിട്ട്. ഉള്ളി നല്ലോണം ഒന്ന് കളർ മാറി വരണം. എന്നിട്ട് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇടാം. അപ്പം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 4 പച്ചമുളക് സ്ലിറ്റ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. ഇപ്പോൾ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒരു കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇടാൻ പോവാണ്. അപ്പോൾ ഈ പേസ്റ്റിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാനിട്ടിരിക്കുന്ന 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 ടേബിൾ സ്പൂൺ പെപ്പർ, കുരുമുളക്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം പൊടിച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. മസാലയുടെ പച്ച സ്മെല്ല് പോകുന്ന വരെ നമ്മളിതിങ്ങനെ സ്റ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ മസാലയുടെ പച്ച സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഞാൻ അരിഞ്ഞതിടാണ്. ഈ തക്കാളിയുടെ ടേസ്റ്റ് ഒത്തിരി ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ടാണ് ഒരേ ഒരു തക്കാളി ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മസാല കൂടി ഇടാൻ പോവാണ്. ഇത്തിരി മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, രണ്ട് ടീസ്പൂൺ മുളക് പൊടി. ഇപ്പം നമ്മുടെ പ്രധാന ഐറ്റമായ ഞണ്ട് ഇതിലേക്ക് ഇടാൻ പോവാണ്. ഞാൻ കഴുകി വൃത്തിയാക്കിയ 600 ഗ്രാം ഞണ്ടാണ് ഇതിലേക്ക് ഇടാൻ പോകുന്നത്. മസാലയൊക്കെ നല്ലോണം ഞണ്ടിൽ കോട്ടാകണം. അപ്പോൾ ഇത് കോട്ടായതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുമ്പോൾ ഇനി ഒരു 20 മിനിറ്റ്സ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം.
ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുകയാണ്. എന്നിട്ട് ഒരു പ്ലേറ്റ് വെച്ച് ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാണ്. അപ്പം നമ്മുടെ ക്രാബ് ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ ഡ്രൈ ആക്കാൻ പോവാണ് ഹൈ ഫ്ലെയിമിലിട്ട്. നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ മാറ്റാം, ഓഫ് ചെയ്തിട്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ഉപയോഗിക്കാനായിട്ട്. പക്ഷേ ഇതൊരു കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കാനായിട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പം നമ്മുടെ ക്രാബ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ഇടുക. ഞാൻ ഇവിടെ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ്. ഇത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ക്രാബ് പെപ്പർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, അടിപൊളി രുചിയാണ്. നമുക്ക് എന്നൊന്നും ക്രാബ് വാങ്ങിച്ചുണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ പറ്റുമ്പോഴൊക്കെ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ എപ്പോഴാണോ നമ്മൾ വാങ്ങിക്കുന്നത് ആ സമയത്ത് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം.